ഇനി നമുക്ക് ചെയ്യാനുള്ള ചോദ്യം വേവ് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇൻ എ മെറ്റാലിക് ബാർ ഈസ് 400 മീറ്റർ പെർ സെക്കൻഡ്. ഒരു മെറ്റാലിക് ബാർ ഉണ്ടായിരുന്നു, അതിലുള്ള ഏതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ സ്പീഡ് 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇഫ് ദ ഡെൻസിറ്റി ആൻഡ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ ബാർ ഇസ് ഇൻക്രീസ്ഡ് ബൈ, അപ്പൊ ഇവരെന്ത് ചെയ്തു, ഡെൻസിറ്റി എത്ര കൂട്ടിയിട്ടുണ്ട്, 0.5. ഓക്കെ, അതേപോലെ യങ്സ് മോഡുലസ് എത്ര ചെയ്തിട്ടുണ്ട്, 1 ആണ്. അപ്പൊ ഈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു 100, ഇതല്ല പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡെൻസിറ്റി, ദാറ്റ് ഈസ് ഗിവൺ ബൈ 0.5. ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ യങ്സ് മോഡുലസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1% ആണ്. അങ്ങനെയാണെങ്കിൽ then the speed of the wave changes by, ആ വേവിന്റെ സ്പീഡ് എത്ര മാറുന്നുണ്ട് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആദ്യം ഒരു സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ് അറിയണം. ലോഞ്ചിറ്റ്യൂണൽ വേവിന്റെ സ്പീഡ് എന്താണ്, റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. ഇവിടെ യങ്സ് മോഡുലസ് ആണ്, അപ്പൊ യങ്സ് മോഡുലസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. ഇനി നമുക്ക് ഇതിൽ എറർ മെത്തേഡ് യൂസ് ചെയ്യാൻ പോകട്ടെ. അപ്പൊ രണ്ട് സൈഡിലും നമുക്ക് ലോഗ് അപ്ലൈ ചെയ്യണം, എന്നാലേ ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. Therefore we can write velocity is equal to y divided by density the whole raised to 1/2 എന്ന് എഴുതാം. y divided by density the whole raised to 1/2 ആണ്. കാരണം റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഹോൾ raised to 1/2 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി രണ്ട് സൈഡ് ലോഗ് അപ്ലൈ ചെയ്യാം. നമ്മൾ അത്യാവശ്യം നല്ല ചോദ്യങ്ങളൊക്കെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ചെയ്യുന്നത് രണ്ട് സൈഡ് ലോഗ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എറർ മെത്തേഡ് കാണാറ്. അപ്പൊ രണ്ട് സൈഡ് ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ നാച്ചുറൽ ലോഗ് വി എന്ന് വരും. ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് വൈ ഡിവൈഡഡ് ബൈ റോ ദ ഹോൾ റേസ് ടു 1/2 എന്ന് വരും. ആൻഡ് ലോഗ് വി നമ്മൾ മാത്സിൽ പഠിക്കാറുണ്ട്, ലോഗ് എക്സ് റേസ് ടു എൻ എന്നാണെങ്കിൽ ഈ പവറിനെ സൈഡിലേക്ക് എഴുതാം, എൻ ലോഗ് എക്സ്. അപ്പൊ ഈ പവറിന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ലോഗ് വൈ ഡിവൈഡഡ് ബൈ റോ. ഇനി രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ ലോഗ് വിയുടെ ഡെറിവേറ്റീവ് 1/v. ഈ കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു ഡെറിവേറ്റീവ് ഫുള്ളിലെ ഫംഗ്ഷൻ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറ്. ഇപ്പൊ സൈൻ 2x ഡെറിവേറ്റീവ് കോസ് 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഫുള്ളിലെ ഫംഗ്ഷൻ ചെയിൻ റൂൾ ചെയ്യാറുണ്ട്. അതേപോലെ ലോഗ് വിയുടെ ഡെറിവേറ്റീവ് 1/v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ആരാണ്, ഡെൽറ്റ വി എന്ന് എഴുതാം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ആരാണ്, ഡെൽറ്റ വി. 1/2 കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഇതിന് എനിക്ക് എന്ത് എഴുതാം, അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാം അല്ലെ. ലോഗ് വി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പൊ ലോഗ് വി ഡിവൈഡഡ് ബൈ റോക്ക് നമുക്ക് എന്ത് എഴുതാം, ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അപ്പൊ ലോഗ് എ മൈനസ് ലോഗ് ബി നമുക്ക് വേണമെങ്കിൽ ഈ ലോഗിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം, രണ്ട് സൈഡ് എന്ത് ചെയ്യാൻ പോകണം, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലോഗ് വിയുടെ ഡെറിവേറ്റീവ് ആരാണ്, 1 ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ആരാണ്, ഡെൽറ്റ വി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y ആരാണ്, ഡെൽറ്റ വൈ. മൈനസ് റോന്റെ ഡെറിവേറ്റീവ് 1/ρ ഇൻറ്റു ഡെൽറ്റ റോ എന്ന് എഴുതണം. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റോ ആരാണ്, ഡെൽറ്റ റോ. ഇനി രണ്ട് സൈഡിലും നിങ്ങൾ എന്ത് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ. രണ്ട് സൈഡിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്ത് വരും, ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു, വേണമെങ്കിൽ 1/2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്ക്. അപ്പൊ 1/2 ഇൻറ്റു ഡെൽറ്റ വൈ ബൈ വൈ ഇൻറ്റു 100 മൈനസ് ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു 100. ഒരു 1/2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1/2 ഉണ്ട്. ഇനി നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this is equal to 1/2 into delta y by y into 100 എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ യങ്സ് മോഡുലസ്, അത് ക്വസ്റ്റിൽ 1% തന്നിട്ടുണ്ട്. അപ്പൊ ഇൻറ്റു 1 എന്ന് എഴുതാം. മൈനസ് 1/2 ഇൻറ്റു ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡെൻസിറ്റി, അത് 0.5, അതായത് 1/2 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. Therefore ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 1/2 മൈനസ് 1/4. ഓക്കെ, 1/2 മൈനസ് 1/4, 1/2 മൈനസ് 1/4 അല്ലേ. അപ്പൊ 1/2 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ നമുക്ക് 4ന് LCM ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ 2 മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4. അപ്പൊ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 1/4 കിട്ടി. നമ്മളോട് ചോദിച്ചത് ചേഞ്ച് ആണ്. അപ്പൊ ഞാനിവിടെ വാല്യൂ എടുക്കാം. ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഈ വി എന്ന് പറയുമ്പോൾ എന്താ, ഒറിജിനൽ വെലോസിറ്റി. അപ്പൊ എനിക്ക് എന്താ കിട്ടിയത്, ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഇതുവരെ ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം, ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 1/4. ഡെൽറ്റ വി അറിയില്ല, ചേഞ്ച് ആണ്. വി എന്ന് പറയുമ്പോൾ ഒറിജിനൽ വെലോസിറ്റി ക്വസ്റ്റിൽ 400 തന്നിട്ടുണ്ട്. അപ്പൊ 400 എന്ന് എഴുതാം. ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 1/4. 0 0 0 0 ക്യാൻസൽ ചെയ്യാം.
4ഉം ക്യാൻസൽ ചെയ്യാം. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇവിടെ നടന്ന ചേഞ്ച് എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡിന്റെ മാറ്റം വന്നിട്ടുണ്ട്, 1 മീറ്റർ പെർ സെക്കൻഡ് മാറിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയായിരുന്നു? ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി 400. അപ്പൊ നമുക്ക് മനസ്സിലായി അതിൽ എത്ര ചേഞ്ച് വന്നിട്ടുണ്ട്? ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വായിക്കാം. സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ് ഇൻ എ മെറ്റാലിക് ബാർ ഈസ് 400 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദ ഡെൻസിറ്റി ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് ദ ബാർ ആർ ഇൻക്രീസ്ഡ് ബൈ 0.5 ആൻഡ് 1 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ചേഞ്ച് കണ്ടപ്പോൾ എനിക്ക് ആൻസർ പോസിറ്റീവ് അല്ലേ കിട്ടിയത്? നെഗറ്റീവ് ആയിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഡിക്രീസിംഗ് എന്നാണ് അർത്ഥം. എനിക്ക് 1 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പോസിറ്റീവ് ആണ്. അതിന്റെ അർത്ഥം ഇയാളുടെ വെലോസിറ്റി കൂടുന്നുണ്ട്. അപ്പൊ ആദ്യമുള്ള വാല്യൂവിനെക്കാളും എത്ര ചേഞ്ച് വരുന്നുണ്ട്? ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 400 ഉള്ള ആൾ 401 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ.